കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചാകരയാണ്. കാരണം ഈ വള്ളം കളിക്കൊക്കെ കമന്ററി പറയുന്ന പോലെയാണ് ഇവന്റെയൊക്കെ ഓരോ വാർത്ത കാണുമ്പോൾ തോന്നുന്നത്. സത്യം പറയാൻ മാനവും അഭിമാനവും ഉളുപ്പ് കൊണ്ടുപോകുമാർക്കൊക്കെ ഒരു രാജ്യം നിന്ന് കത്തുമ്പോൾ ആ രാജ്യത്തെ കുറിച്ചിട്ട് ഇല്ലാത്ത ഒരുപാട് കഥകൾ അവന്റെയൊക്കെ ഭാവനയിൽ അങ്ങ് സൃഷ്ടിച്ചങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുക. GCC കൺട്രിയിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ മക്കളും മാതാപിതാക്കളും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരെല്ലാം ഭയത്തോടുകൂടി ജീവിക്കും. GCCയിൽ ഈ പറയപ്പെടുന്ന പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം നമ്മളൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മുടെ മക്കള് ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അവിടെ ഒരു പ്രശ്നമില്ല, അവരൊക്കെ അവിടെ സുരക്ഷിതരാണ്. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഈ മത്സരം കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത്രയധികം വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം അത് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ആ റീച്ചിന് വേണ്ടി ഇങ്ങനെ കിടന്നുകൊണ്ട് കുരയ്ക്കുന്ന കുറെ മരപ്പട്ടി വാണങ്ങൾ. ഇപ്പൊ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിന്റെ മേയർ ഉള്ള മംദാനി പറഞ്ഞത്, വിനാശകരമായ അധിനിവേശം ഇതൊന്നുമല്ല അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടത്. ട്രംപിനെതിരെ മംദാനി. ഈ മംദാനി ഇത് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ താഴെ വരുന്ന കമന്റുകളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മംദാനി ഒരു മുസ്ലിം വംശകനാണല്ലോ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എതിരാണ് എന്ന തരത്തിലാണ് അവിടെ ജോലി ചെയ്യുന്ന വില വേട്ടാവളിയന്മാരായിട്ടുള്ള മലയാളികളടക്കം ഈ പോസ്റ്റിന് താഴെ വന്നിട്ട് കമന്റ് ഇടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ, തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത ഏതോ കാണ്ടാമൃഗത്തിനുണ്ടായിട്ടുള്ള ഒരു പിഴച്ച സന്തതിയാണ് ഈ കാണുന്ന ആർപ്പിക് എന്ന് പറയുന്ന ഈ ഒരു ചെറ്റ. ഇവന്റെ പേര് എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ എൻ്റെ നാവ് പോലും പുഴുത്തുപോകും. സ്വന്തം ഉമ്മ മരണപ്പെട്ടപ്പോൾ ഇവനിട്ട പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൂറന്മാരടുത്തേക്ക് അവർ പോയി എന്നാ പറഞ്ഞ. 10 മാസം ചുമന്ന് പ്രസവിച്ച മാതാവിന് പോലും വാല്യൂ കൊടുക്കാത്ത ഈ നായ ഈ സമൂഹത്തിൽ ആർക്കാണ് വാല്യൂ കൊടുക്കുന്നത്? ഇവന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവൻ ആരുടെയും ആസനം താങ്ങി നക്കി ജീവിക്കുന്ന മനുഷ്യന് പിറക്കാത്ത ഈ ജന്തുവിന് ഈ ഭൂമിക്ക് ഭാരമാണ്, ഈ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നവനാണ്. ഇവൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിങ്ങിനാണ് ഹൂറികൾക്ക് ജഡ്ഡിയില്ല. സത്യത്തിൽ ഇവന് ജഡ്ഡി ഇടാൻ പോലും സമയമില്ല എന്നുള്ളതാ. ഇസ്രായേലിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്ന് ഇവൻ തൂക്കിയിട്ടുണ്ടാക്കുന്ന ഈ തോക്ക് പല സ്ഥലത്തും കൊണ്ട് പൊട്ടിക്കുന്ന പരിപാടിയാണ് ഇവന്റെ കയ്യിലിരിക്കുന്നത്. ഈ ചെറ്റയ്ക്കെതിരെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇതിന്റെ താഴെ വന്ന് കുരുപൊട്ടി ഒലിക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ല ഒന്നാന്തര സംഘികളാണ് കേട്ടോ. ഇവന്മാരുടെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, ഇവനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കൊള്ളുന്ന ഇവന്മാരുടെ നെഞ്ചത്താണ്. ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരു നാറി അക്കൗണ്ടൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. എടാ, നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ അതൊക്കെ ഓണാക്കി വെച്ചിട്ട് നീയൊക്കെ വന്നിട്ട് കമന്റ് ഇടും. ഞാൻ എൻ്റെ 6-ാം നൂറ്റാണ്ടിലെ പട്ടിത്തീട്ടം പുസ്തകം പഠിച്ചുകൊണ്ട് നാട്ടുകാരുടെ മണ്ടയ്ക്ക് കയറാൻ നടക്കുന്ന നീയാണോ നായിൻ്റെ മോൻ? അതേ സത്യം പറഞ്ഞ ആരിഫോ? അപ്പം ഈ ആരിഫും നീയും നല്ല ഒന്നാന്തര നായിൻ്റെ മക്കളാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്തൂടെ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് മെഴുക. ഇത് ഈ രാജൻ പുളിയ കണ്ടത്തില എന്ന് പറഞ്ഞ ഒരു നാറിയുണ്ട്. ഇവൻ കുറെ നാളായിട്ട് വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് പറഞ്ഞാലും, ജാമിദയെ പറഞ്ഞാലും, നുസ്രത്തിനെ പറഞ്ഞാലും, അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ പറഞ്ഞാലും ഇവന്മാരെല്ലാം വന്നിട്ട് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങ് മെഴുകി മറിയല. സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അദ്ദേഹത്തെ യുദ്ധത്തിലൂടെ വധിച്ചപ്പോൾ ആ രാജ്യത്ത് നിന്ന് അദ്ദേഹം എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല. അടിയുറച്ച രാജ്യത്ത് തന്നെ നിലയുറപ്പിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യനാണ് ആ ധീര വിപ്ലവകാരി. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കാസാകൂസന്മാരും ഈ സംഘികളും തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ രാജ്യത്തിനോട് അത്രത്തോളം ക്രൂരത കാട്ടിയിട്ടുണ്ട് ഇറാനും ഇറാന്റെ ഭരണാധികാരികൾ. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഭരണാധികാരികളൊക്കെ ചരിത്രത്തിന്റെ ABCD അറിയാത്ത അണ്ടിമുക്ക് ശാഖയിൽ പോയി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളും മെഴുകിയിട്ട് നടക്കുന്ന നിനക്കൊക്കെ എന്തെങ്കിലും ലോക വിവരം ഉണ്ടാടാ ഊളകളെ. എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത ഒന്ന് കേട്ടോ, ഒരു തന്നെ സന്തോഷം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇപ്പോൾ വരുന്നുണ്ട് പ്രദീപ്, ന്യൂയോർക്കിൽ നിന്ന്. പ്രദീപ്, നമസ്കാരം. മിസ്റ്റർ മനു, നമസ്കാരം. അവിടെ നല്ല ചൂടുള്ള വാർത്ത ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കുമ്പോഴേ ഫുള്ള് നിറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. എല്ലാ ചാനലും അതിന് ആഘോഷിക്കാൻ പോലെ തോന്നുന്നു. എന്തായാലും അത് ചിലപ്പോൾ ആഘോഷമായിരിക്കാം. പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില് ആര് വന്നു കഴിഞ്ഞാലും ഈ യുദ്ധം പൂർണ്ണമായി ഇറാനെ തകർത്തിരിക്കും, അത് ഉറപ്പ്. അതിനകത്ത് 100 വട്ടം ഉറപ്പാണ്. ഇറാൻ എന്നൊരു രാജ്യത്തിന് മലയാളികളൊക്കെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തികളെയൊക്കെ ബാധിക്കുമെന്ന ആശങ്ക മലയാളികൾക്കുണ്ടോ പ്രദീപ് ന്യൂയോർക്കിൽ? ഇവിടെ അങ്ങനെ ബേസിക്കലി ഒന്നും ബാധിക്കുന്നില്ല മിസ്റ്റർ കിരൺ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ അതൊരു ന്യൂസ്, ചെറിയൊരു ന്യൂസാണ്. കാരണം അമേരിക്ക ഇത് പല രാജ്യങ്ങളോട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ലോക സമാധാനത്തിനും ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ടെററിസം ഒരു ഭീഷണിയാണെന്നേ. തീവ്രവാദം ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അത് ഏത് രാജ്യം നടപ്പിലാക്കിയാലും. നിങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനെ നോക്കൂ. ഈ പാകിസ്ഥാൻ കാരണമല്ലേ നമ്മുടെ എക്കണോമി ഇത്രയും താഴ്ന്നു പോയത്?
ഒറ്റ രാജ്യം പാകിസ്ഥാൻ എന്നൊരു രാജ്യം നമ്മളോട് സൗഹൃദത്തിൽ ഇരുന്നുവെങ്കിൽ അവർ തീവ്രവാദങ്ങൾ നടത്താതിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ എവിടെ ഇരുന്നേ? അപ്പൊ ലോകത്തിൽ ഏത് രാജ്യം, അത് എക്സ് ഓർ വൈ, ഏത് രാജ്യം തീവ്രവാദം നടത്തുന്നോ അടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ് അത് നശിക്കുന്നത്. അതിന്റെ അനുഭവിക്കുന്ന നിരപരാധികളായ ലോകത്തെ ജനങ്ങളാണ്. 32,000 പേരാണ് ഈ കമനേനിയുടെ ടീം ഒരു 2 ആഴ്ചക്കകത്ത് കൊന്നൊടുക്കിയത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും നാട്ടിൽ കരയാനില്ല. ഞാൻ നോക്കിയിടത്തോളം പിണറായി വിജയന്റെ ഒരു വിലാപനം കാണുന്നതായിട്ടു. അദ്ദേഹം ഇത്രയ്ക്ക് വിലാപം നടത്തുന്നതിന് ഈ 32,000 പേരെ കൊന്നതിന് അദ്ദേഹത്തിന് വിളിക്കാൻ വയ്യ. അമേരിക്കയെ കുറിച്ച് മോശമായി പറയുന്നു. ഇനി അടുത്ത അസുഖം വരുമ്പോൾ നേരെ കെട്ടിയെടുത്ത് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതിന്റെ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇറാനിലോ ചൈനയിലോ പൊക്കൂടെ? അപ്പൊ ചികിത്സയ്ക്ക് എല്ലാത്തിനും ഇനി വേറൊരു കാര്യം മനു, നമ്മൾ ഒരു രാജ്യത്ത് വന്നു എന്ന് കരുതി പൊതുവെ അവിടെ യുദ്ധത്തെ ആരെങ്കിലും ന്യായീകരിക്കും? നോക്കൂ, യുദ്ധത്തിനെ ന്യായീകരിക്കണം ചോദിക്കണം. ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്തുകൊണ്ട് സെലക്റ്റീവ് ആകുന്നു? എന്തുകൊണ്ട് ഈ റഷ്യയും നമ്മുടെ ഇതുമായിട്ട് നടക്കുന്ന യുദ്ധത്തെ നിങ്ങൾ ഒരു സൈഡ് പിടിക്കുന്നു, റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ വരുമ്പോൾ എന്താ തിരിച്ചു പറയുന്നു? ഇതിലെന്ത് ന്യായം? ന്യായം പറയുമ്പോൾ ആരും മരിച്ചാലും ഞാൻ ഒരിക്കലും ഈ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ ഉദ്ദേശം, അവർക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം അതൊരു നല്ല ഉദ്ദേശമല്ല. അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാനാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇസ്രായേലിന് ഇവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി വെച്ചോളൂ. ഇവർ ആദ്യം ചെയ്യുന്നത് ഇസ്രായേലിനെ തകർക്കും. രണ്ടാമത് അവർ ആ ന്യൂക്ലിയർ സാധനം കൊണ്ടുവന്ന് പാകിസ്ഥാൻ നമ്മുടെ കാശ്മീരിൽ ഉള്ള തീവ്രവാദികളെ കൈ കൊടുത്ത് ഇന്ത്യക്ക് അടിച്ചിരിക്കും ഉറപ്പ്. അതുകൊണ്ട് ലോകത്ത് ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാലും അതിന് വെള്ളവും വളവും കോരി ഒഴിച്ച് വളർത്തുന്നുണ്ടെങ്കിലും അത് ലോകത്തിലെ ജനങ്ങളുടെ സർവ്വനാശത്തിലേ പോവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് തൊട്ട് മുന്നേ അവിടെ പാർലമെന്റിൽ സകല അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചതും അവർ ബെസ്റ്റ് കൺട്രി ഫ്രണ്ടാണെന്നുള്ള കറക്റ്റ് നമ്മൾ സംസാരിച്ചില്ലേ? അപ്പൊ ഇന്ത്യയുടെ ചായ എവിടെയാണ്? ഇന്ത്യ ചായ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കൂടെയാണ്, ഇറാന്റെ കൂടെ അല്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ വെക്കാം. കഴിഞ്ഞ 8 മാസമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള 8 പേരെ പിടിച്ച് ഇറാൻ തടവിൽ വെച്ചിരിക്കുകയാണ്. അത് വെറും സാധാരണ കപ്പലിൽ ജോലി ചെയ്യുന്ന വെറും തൊഴിലാളികളാണ്. എന്താ അവരെ വിട്ടുതരാത്തത്? അപ്പൊ ഇറാനൊരു നമ്മുടെ നല്ല സുഹൃത്ത് രാജ്യമൊന്നുമല്ല. അതിനെക്കുറിച്ച് ആരും വിലപിക്കേണ്ട കാര്യമില്ല. ലോകത്ത് തീവ്രവാദം നിൽക്കണം, നശിക്കണം, എങ്കിലേ മറ്റുള്ളവർ നന്നായി ജീവിക്കൂ. താങ്ക് യു സോ മച്ച്. വ്യക്തമാണ്. അപ്പോൾ അതാണ് പ്രദീപിന്റെ അവിടുന്ന് അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം. ഏതായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ 8 പേർ മരിച്ചു എന്ന വിവരം ഇതോടനുബന്ധിച്ച് വരികയാണ്. അവിടെ US കോൺസുലേറ്റിലേക്ക് പാകിസ്ഥാനിലെ ആളുകൾ ചില പ്രതിഷേധവുമായി ചെന്നു. തുടർന്ന് അവിടുത്തെ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. അതിൽ 8 പേർ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവർ അവിടെ ഈ ആയത്തുള്ള അലി ഖംനേയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവുമായാണ് US കോൺസുലേറ്റിലേക്ക് പോയത്. അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും അവിടെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വി വിനോദ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം ചേരും. പക്ഷേ അതിനുമുമ്പ് ആനന്ദൻ കരുനാഗപ്പള്ളിയിൽ നിന്ന്. ആനന്ദൻ, അങ്ങേക്ക് പ്രേക്ഷകർക്കുമായി പങ്കുവയ്ക്കാനുള്ള വിവരം എന്താണ്? സാർ, ഇതുപോലെ ഞാൻ 2 ദിവസം കൊണ്ട് ഇന്നലെ സന്ധ്യ തൊട്ട് എന്റെ സഹോദരിയുടെ മോനെ വിളിക്കുന്നു. കുവൈറ്റിലാണ് അവൻ. ബന്ധപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ കോൺസുലേറ്റ് എന്തെങ്കിലും അതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കുവൈറ്റുമായിട്ട് നമ്മുടെ മലയാളിയുടെ കാര്യത്തിന്? വിവരം കെട്ട വിവരദോഷി കാസാ കൂസ, നീ അവിടെ നിന്ന് പുലമ്പുന്നില്ലേ നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന്? ഈ പാകിസ്ഥാനും നമ്മുടെ രാജ്യവുമായി യുദ്ധം ചെയ്ത സമയത്ത് ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ആരാണ്? നിനക്ക് വല്ല വെളുവോ വെള്ളിയാഴ്ച ഉണ്ടാടാ? സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. എടാ, പിറന്ന നാടിന് നേരെ ഏത് രാജ്യം വന്നാലും, ഇപ്പം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണുന്ന മക്ക, മദീന, സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം ഇന്ത്യ രാജ്യത്തോട് യുദ്ധം ചെയ്താൽ പിറന്ന നാടിന് വേണ്ടി പോരാടണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് നീ തീവ്രവാദം എന്ന് നീ എടുത്തെടുത്ത് പറഞ്ഞല്ലോ. ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദികൾ തന്നെയാണ് ഇസ്രയേലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. എത്രയോ പാവം കുഞ്ഞുങ്ങളാണ് പലസ്തീൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊന്നൊടുക്കിയത്. എന്ത് വെപ്പൻസിന്റെ പേരിലാണ്, എന്ത് ന്യൂക്ലിയർ ബോംബിന്റെ പേരിലാണ് ആ പാവം പിടിച്ച ആളുകളെ ഇപ്പോഴും ഈ റമദാൻ മാസത്തിലും കൊന്നു ഒടുക്കിക്കൊണ്ടിരിക്കുന്ന? ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ നിന്റെയൊക്കെ നാവ് പൊന്തുക? കാരണം പൊങ്ങില്ല. കാരണം നിന്റെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്നത് മുഴുവൻ ചാണകവും പച്ച വർഗീയതയും തന്നെ. എന്തായാലും ഈ മാധ്യമങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തയുണ്ടല്ലോ, കേരളത്തിലല്ലാതെ നമുക്ക് വേറൊരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഹാർപ്പിക്കിനെ പോലുള്ള ചില ഊളകൾ വന്നു കിടന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന സംഘി കാസ വാണങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ്